നീ എന്റെ ചോരയാ. അതുകൊണ്ട് നീ എന്നെ എത്ര വെറുത്താലും നിന്നെ ഞാൻ സ്നേഹിക്കും. അതുവരെ നീ നിന്നെ ശ്രദ്ധിക്കണം. എനിക്കത്രേ പറയാനുള്ളൂ. കുട്ടിയെ കൊണ്ടുവന്നോളൂ. ഇനി ഈ പീഠത്തിലേക്കിരിക്കുക. ഇത് പുണ്യഗംഗയിലെ തീർത്ഥജലമാണ്. ഇത് മീനാക്ഷിയുടെ ശിരസിലും ശരീരത്തിലും തളിച്ചോളൂ. ഇതാ, ഇത് വാങ്ങിക്കൊള്ളൂ. അതെ, ഇനി ഈ പുടവ ധരിപ്പിച്ച് അടയാഭരണങ്ങളെല്ലാം അണിയിച്ച് കൊണ്ടുവന്നുള്ളൂ. ചെമ്പകമംഗലത്തെ പെണ്ണുങ്ങളെല്ലാം വരൂ. എന്താ, നീ വരുന്നില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. നിങ്ങളെല്ലാരും കൂടി അങ്ങ് പോയാ മതി. ആ, നീ വരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടുന്ന് നീ പോകുന്നത് നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്കായിരിക്കണം. മാധവ മന്ദിരത്തിലേക്ക്. ചെമ്പകമംഗലത്തേക്ക് വരണ്ട. വന്നാലേ അടി തരും. വാ പിള്ളേരെ. ഇനി ഞാനായിട്ടൊരിടങ്ങേറ് ഉണ്ടാക്കണ്ട. ഈ ലോകത്ത് എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടോ അതെല്ലാം എന്റെ പെടലിക്ക് വീഴും. അടി കിട്ടുന്നു. ഞാനെന്താ ക്രിമിനലോ? ധീര
ഇനി മീനാക്ഷിയുടെ വലതുകരം പിടിക്കൂ. ദേവി അംഗീകരിച്ചിരിക്കുന്നു. ഇനി മുതൽ മീനാക്ഷി നിങ്ങളുടെ മകളാണ്. തങ്കത്താമര നൂലിന്റെ മോളെ ചുറ്റി ചുണ്ടിൽ ചന്തമിഴുന്നൊരു കൊഞ്ചലിട്ട് നിനവേ നീയാലോലം പിഞ്ചിളം പദമാ മായാലോലം. അമ്മയില്ലാത്തവർക്ക് അമ്മയെയും മകളില്ലാത്തവർക്ക് മകളെയും ദൈവം കൊടുത്തു. സചേതനയായ ഈ പ്രപഞ്ചത്തെയും സർവചരാചരങ്ങളെയും സകല ജീവജാലങ്ങളെയും പരിപാലിക്കുന്ന സർവേശ്വരന് നന്ദി. ഇതെന്താ ഇവിടെ ഇങ്ങനെ ദാരികം വിഗ്രഹത്തിന് ഇറങ്ങിയ ഭദ്രകാളിയെ പോലെ? മോളെ, പടിയേറ്റൊക്കെ കഴിഞ്ഞോ? പടിയേറ്റ് കഴിഞ്ഞു. എന്റെ മുഖത്ത് അടി കൊണ്ടതുപോലെയായി. അവരൊക്കെ വളരെ നല്ല മനുഷ്യരാ. അവർക്ക് നല്ലതേ വരൂ. നല്ല മനുഷ്യര്. നല്ല മനുഷ്യരെയൊക്കെ ഞാൻ ശരിയാക്കി കൊടുക്കാം. നീ എന്തിനാ മറ്റുള്ളവരെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്? നീ നിന്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. ഞാൻ എന്റെ കാര്യം നോക്കി തന്നെയാ ജീവിക്കാൻ ശ്രമിക്കുന്നത്. എന്റെ ലക്ഷ്യം അതെന്തായാലും ഞാൻ നിറവേറ്റും. അത് നിറവേറ്റാതെ എനിക്കൊരു മടങ്ങിപ്പോക്കില്ല. അവളുണ്ടല്ലോ, ആ മീനാക്ഷി, അച്ഛന്റെ മാധുരിയുടെ മകള്. അവൾക്ക് എന്റെ കൂടെ വരണ്ടാന്ന്. അവൾ വരുന്നില്ലെങ്കിൽ വരണ്ട. അതിന് നിനക്കെന്താ? അവൾ അവളുടെ അച്ഛൻ വീട്ടിലല്ലേ നിൽക്കുന്നത്. സത്യത്തിൽ അങ്ങനെയല്ലേ വേണ്ടത്? അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ അനിയത്തിയെ കൊന്നവരുടെ വീട്ടില് അവള് നിൽക്കാൻ പാടില്ല. ആര് കൊന്നുന്നാ നീ പറയുന്നത്? സത്യങ്ങൾ അറിയാതെ നീ വെറുതെ ജൽപ്പനങ്ങൾ നടത്തരുതേ ഇന്ദ്രജെ. സത്യങ്ങൾ തന്നെയാ ഞാൻ വിളിച്ചു പറയുന്നത്. സ്വന്തം അമ്മയെ കൊല്ലാൻ കൂട്ടുനിന്ന ആ നന്ദിനിയുടെ ജീവൻ എന്ത് വില കൊടുത്തും മീനാക്ഷി രക്ഷിക്കും പോലും. അത് എനിക്കൊന്ന് കാണണം. മീനാക്ഷിയെ ഞാൻ ഇവിടെ ഈ വീട്ടിൽ കൊണ്ടുവരും. അവൾ ഇവിടെ നിന്നാ വളരേണ്ടത്. അവള് വന്നില്ലെങ്കിൽ അവളെ ഞാൻ പിടിച്ചോണ്ടുവരും. അതിന് തടയുന്നവരെയൊക്കെ ഞാൻ വെച്ചേക്കില്ല. അവളുടെ ഒരു പടിയേറ്റ്. അങ്ങാടിയെ തോറ്റതിന് അമ്മയുടെ നേരെ എന്ന് പറഞ്ഞതുപോലെ പടയിൽ തോറ്റതിന് ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത് എന്തിനാ? അച്ഛൻ ഇതൊക്കെ കണ്ടിട്ട് ഒരു വികാരവും തോന്നുന്നില്ലേ? എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു വികാരവുമില്ല. കാരണം ഞാൻ ചിന്തിക്കുന്നത് വിവേകത്തോടു കൂടിയാണ്. നന്ദിനിയുടെ മകളായി മീനാക്ഷി വളരാൻ ഞാൻ സമ്മതിക്കില്ല. നന്ദിനിയാണ് ജയറാമിന്റെ യഥാർത്ഥ ഭാര്യ. വിഹിതമായ ജീവിതം നയിച്ച അവന്റെ അടുത്തേക്ക് അഭിഹിത താല്പര്യവുമായി ചെന്നത് നിന്റെ അനിയത്തിയാണ്. ഈ പ്രപഞ്ചത്തിന് ഒരു നിയമമുണ്ട്. ദൈവകൽപ്പനകളാൽ ആചാര്യന്മാർ ആരണ്യങ്ങളിലും നദീതടങ്ങളിലും തപം ചെയ്തും ജപം ചെയ്തും നേടിയെടുത്ത നിയമം. ആചാരവും സദാചാരവും സംസ്കാരവുമെല്ലാം അതിൽ ഉൾപ്പെടുന്നു. അത് ലംഘിച്ചാൽ
നിയമപരമായ ശിക്ഷകൾ ഉണ്ടാകും. ദൈവം കണക്ക് ചോദിക്കും. നിന്റെ അനുജത്തിയോട് ദൈവം കണക്ക് വീട്ടി കഴിഞ്ഞു. അച്ഛനാണെങ്കിലും ശങ്കിടറിക്കൊണ്ട് എനിക്കത് പറഞ്ഞേ പറ്റൂ. ആരംഭത്തിനെല്ലാം അവസാനമുള്ളതുപോലെ എല്ലാ തെറ്റുകൾക്കും ശിക്ഷയുണ്ട്. അച്ഛന്റെ ഒരു ന്യായവാദങ്ങളും ഞാൻ അംഗീകരിക്കില്ല. എനിക്ക് എന്റെ വഴി. മീനാക്ഷിയെ ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവരും. പരദേവതമാരെ പ്രാർത്ഥിച്ച് ഐശ്വര്യപൂർവ്വം അകത്തേക്ക് കയറിക്കോളും. ഒരു അവസരം കിട്ടിയിട്ടും അത് വിനിയോഗിക്കാത്തതേ നമ്മുടെ കുഴപ്പം. വിനിയോഗിക്കാനായിട്ടാണോ? നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഓരോ മാർഗ തടസ്സമല്ലേ. നമ്മുടെ കാര്യത്തിൽ മാത്രം എന്താണെന്നോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇവൻ കുറെ നാളായി തീ പിടിച്ച ആത്മാവിനെ പോലെ കറങ്ങുന്നു. പ്രശ്നം പ്രണയം തന്നെ. നമ്മുടെ കാര്യത്തിലെ ഒന്നും സംഭവിക്കുന്നതല്ല, നമ്മൾ കരുതലോടെ നിൽക്കാത്തത് കൊണ്ടുണ്ടാവുന്നതാ. ഇതേ പ്രണയശാപം. നമ്മളെ തമ്മിൽ ഒന്നിപ്പിക്കരുതെന്ന് ദൈവത്തിന് എന്തോ പ്ലാനുള്ളത് പോലെ. പ്രണയശാപോ? അതെന്ത് ശാപം? നോക്കട്ടെ. എന്റെ ഫോണിൽ തന്നെ. കിളിക്കൊഞ്ചലായിരുന്നല്ലേ? നിന്റെ പ്ലാനിങ് ഒക്കെ തെറ്റാ. അതാ നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ പറ്റാത്തത്. ഇങ്ങോട്ട് കൊണ്ടുപോയി ഫോൺ. താടി ഫോൺ തരാൻ. താടി കൊണ്ട് ഫോൺ. ഫോണൊന്ന് തോടി തരാം. താടി ഫോൺ തോടി. എതിർ കക്ഷി ആരാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, സത്യം പറ, ആരാടാ അവള്? എവള്? നീ ഫോൺ ചെയ്തത് നിന്റെ പ്രേമഭാജനത്തോടാണെന്ന് എനിക്ക് മനസ്സിലായി. അവൾ ആരാണെന്നാ ചോദിച്ചത്. ദൈവമേ, എന്തായാലും
മൈഥിലിയാണെന്ന് ഇവൾക്ക് മനസ്സിലായിട്ടില്ല. ആശ്വാസം. പറയടാ, അവൾ ആരാ? എന്താ ഇതിൽ ഇത്ര പ്രോബ്ലം? അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. ദേ, പറഞ്ഞില്ലെങ്കിലേ നിനക്കൊരു ചുറ്റിക്കളി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞു കൊടുക്കും. എന്ത് തീരുമാനിക്കുന്നു? ഞാനിത് പരസ്യപ്പെടുത്തണോ അതോ നീ വാ തുറന്ന് എന്നോട് പറയുന്നോ? അയ്യോ എടീ, അതൊരു കഥയാണ്. കഥ കേട്ട് നിൽക്കാനുള്ള നേരമൊന്നും എനിക്കില്ല. നീ കാര്യം തുറന്നു പറ. അത് പിന്നെ എനിക്കൊരു പെൺകുട്ടിയോട് പ്രേമമാണ്. ഞങ്ങൾ തമ്മിൽ കുറെ നാളായിട്ട് ഇഷ്ടത്തിലാണ്. ആ ശരി, ഇഷ്ടത്തിലാണെങ്കിൽ കല്യാണം കഴിക്കണം. അതാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മുടിഞ്ഞ തടസ്സങ്ങൾ, വീട്ടുകാരുടെ എതിർപ്പ്, പക്ഷേ എങ്ങനെയെങ്കിലും ഒളിച്ചോടിയേ പറ്റൂ. മീനാക്ഷി, നിന്റെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായ ഈ പ്രണയം സാക്ഷാത്കരിക്കും. ഒളിച്ചോട്ടം സാധ്യമാവുകയും ചെയ്യും. എടാ, ഈ പ്രണയത്തിലെ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. എങ്കിലും പറയാ, പ്രണയ വിവാഹം നടക്കണമെങ്കിലേ പെണ്ണിനും വേണം ചെറുക്കനും വേണം ചങ്കുറപ്പ്. എന്താ എന്താ ഇവിടെ? ചോദിച്ചു കേട്ടില്ലേ എന്താ നിങ്ങൾ തമ്മിലെന്ന്? ഒന്നുമില്ല ACP. ഒന്നുമില്ലെന്നോ? നിങ്ങൾ പ്രേമത്തിന്റെയും കല്യാണത്തിന്റെയും ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ. ACP ഒന്ന് പറ്റിക്കാം. ACP ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്, വഴക്കൊന്നും പറയരുത്. ഞാനും ദേ ഈ വൈശാഖും തമ്മില് പ്രേമത്തിലാ. ഈ ലവ് ആരും അംഗീകരിച്ചു തരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാനും ഇവനും കൂടി ഒളിച്ചോടി പോവാൻ പ്ലാൻ ഇടായിരുന്നു, ലണ്ടനിലേക്ക്. ദൈവമേ, ഇവളെന്തൊക്കെയായി പറഞ്ഞുണ്ടാക്കുന്നത്? മീനാക്ഷി, പ്രണയവും കല്യാണമൊന്നും ഇപ്പോഴല്ല. നിനക്കതിനുള്ള പ്രായമായിട്ടില്ല, മെച്യൂരിറ്റി ആയിട്ടില്ല. നിങ്ങൾ സീരിയസ് ആണെങ്കിൽ നമുക്കതിനുള്ള സമയം വരുമ്പോൾ ആലോചിക്കാം. അതുവരെ ഈ ചുറ്റിക്കളിയൊന്നും വേണ്ട. പറഞ്ഞത് മനസ്സിലായല്ലോ? പോത്. ഇത് നിനക്കും ഒരു താക്കീത്. പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ ഈ മാന്യത പിന്നീട് പ്രതീക്ഷിക്കണ്ട. മോനെ കാർത്തികേ, എടാ വൈശാഖേ, നിങ്ങൾ അവിടെ എല്ലാരും തിരക്കുക. പടിയേറ്റ് സദ്യ ആരംഭിക്കാറായി. വാ വാടാ. വാമ, എല്ലാം റെഡിയായല്ലോ. എല്ലാം റെഡിയാ. ഇരുന്നുള്ള അടുത്തി എല്ലാരും ഇരിക്കേ, ഇപ്പൊ വിളമ്പാ. പായസമൊക്കെ ഉണ്ടോ? ഓഹോ, മാലു ഒന്ന് വേഗം വന്ന്. എവിടെ ആയിരുന്നു നീ? ഞാൻ ഇവരെ വിളിക്കാൻ പോയിരുന്നു ചേച്ചി. വിളമ്പ. എല്ലാം റെഡിയായോ? ഈ പടിയേറ്റിന് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പാൽപായസം ഇല്ലേ? ഉണ്ടച്ചാ. ഉണ്ടാകണം. പാൽപായസം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാ. ഷുഗർ ഉണ്ടെന്നുള്ള കാര്യം കൂടി ഓർക്കണേ. ഓ എന്റെ രാജലക്ഷ്മി, ഈ സന്തോഷ നിമിഷത്തിൽ നീ എന്തിനായി വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്? പിന്നീട് വിഷമിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഓ മീനാക്ഷി കൊച്ച്, മുത്തച്ഛൻ്റെ അടുത്ത് വന്നിരിക്കെ. ഇനി മുതൽ ദാ ഇവിടെയാണ് കുഞ്ഞിന്റെ സീറ്റ്. മുത്തശ്ശന്റേത് മാത്രമായി അങ്ങനെ പേരക്കുട്ടിയെ ഏറ്റെടുക്കണ്ട. മുത്തശ്ശിക്കും വേണം തുല്യ അവകാശം. അങ്ങോട്ട് മാറിയിരുന്നേ. ഓ മോളിങ്ങോട്ട് വാ.
അവിടെ ഇരിക്കെ. ആ ഇങ്ങോട്ടിരിക്കെ. ഇരിക്കെ. മീനാക്ഷി വന്നപ്പോ കാർത്തിക്, അശ്വിൻ, അതിഥി എന്നീ മറ്റു പേരക്കുട്ടികളുടെ വിക്കറ്റ് ക്ലീൻ ബൗൾഡ്. പുതിയ പേരക്കുട്ടിയെ എടുത്ത് പുന്നാരിച്ചു. ഇത് അധികകാലം ഇവിടെ വാഴില്ല. ആ ഇന്ന് നന്ദിനി വിളമ്പുകാരി ആവണ്ട. ഇന്നേ നീ അമ്മയായ ദിവസമാ. വാ വന്നിരിക്കെ. സാവിത്രി മലതയും കൂടി വിളമ്പിക്കോളും. അതാ അതിന്റെ ശരി. ഓ, നന്ദിനി അടുത്തൂടെ ഇരിക്കേ. വേണ്ട, ഞാൻ ഒടുവിലിരുന്നോളാം. പറയുന്നത് കേക്ക് നന്ദിനി. ഇവിടെ വന്നിരിക്കേ. വാ ദൈവമേ. ഇതുപോലെയുള്ള സന്തോഷകരമായ സന്ദർഭങ്ങൾ ഈ വീട്ടിൽ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. നെയ്യും പരിപ്പും പപ്പടവും കൂട്ടി നമുക്ക് ആദ്യം ഒരു പിടിപിടിക്കാം.